ഞാൻ 13 വർഷമായിട്ട് ബാങ്കിൽ ജോലി ചെയ്തു. എനിക്ക് ഉണ്ടായത് ചെറിയൊരു അൾട്ടോ കാറും പിന്നെ ഒരു വീടും മാത്രമാണ് എനിക്ക് സ്വന്തമായി മേടിക്കാൻ സാധിച്ചതെങ്കിൽ ഇന്ന് ഒരു 10 ലക്ഷത്തിന്റെ കാറിലേക്ക് മാറാൻ ഉണ്ടായത് ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ മൈലേജ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടാണ്. ഇവിടെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനങ്ങളല്ല, ഒരു കൂട്ടമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്ത് പോവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ടൈം ലിവറേജ് കിട്ടുന്നു, സമയ സ്വാതന്ത്ര്യം കിട്ടുന്നു, സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്നു. പല സാധാരണക്കാരായ ആളുകൾ അസാധാരണക്കാരായ ആള് നിങ്ങളുടെ പിന്നെ ലീഡർ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഞങ്ങളൊക്കെ ആ ലീഡറിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ്. കാരണം എന്താ വെച്ചാൽ ഒരു മദ്രസ അധ്യാപകനായിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം കിട്ടുന്ന ഒരാള് മൈലേജ് ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇന്ന് CTC എന്നാണ്. CTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർക്ക് 5 കോടി മാച്ചിങ് ആണ്. ആ 5 കോടി മാച്ചിങ്ങിന് എത്ര രൂപ കിട്ടും? ഒരു ഐഡിയയിൽ കൂടെ 60 ലക്ഷം രൂപ ആളുടെ അക്കൗണ്ടിൽ ചുരുങ്ങിയത് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വർഷം കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊന്നും അറിയാത്ത വന്ന ആളുകളാണ്. പക്ഷെ നമ്മളിലൂടെ ഈ പ്രോഡക്റ്റ് കൊടുത്തപ്പോ ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു മദ്രസ അധ്യാപകനായിട്ടുള്ള നമ്മുടെ ഉമ്മർ സാറിലൂടെ ഈ പ്രോഡക്റ്റ് കൊടുത്തപ്പോ ഇന്ന് സാറിന്റെ ടീമിൽ ഇന്ന് ഒന്നും ഇല്ലെങ്കിലും എത്രയോ ആളുകളുണ്ട്. ഒരു 386ഓളം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിന് പറയുന്നതാണ് ടൈം ലിവറേജ് എന്നും എ കസ്റ്റമർ ബിക്കം എ വേൾഡ് വൈഡ് ഫ്രാഞ്ചൈസി എന്ന്. ഒരു കസ്റ്റമർ എന്നാണ് ലോകം മൊത്തം പടർന്ന് പന്തലിക്കുക എന്നുള്ളത്. ഇന്ന് സാറിന്റെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പക്ഷെ 4000-ഓ 5000-ഓ അല്ലെങ്കിൽ 10,000-ഓ ആളുകൾ എത്തിയേക്കാം, അല്ലെ, എത്തിയിട്ടുണ്ടാവാം, അല്ലെ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും മഹത്തായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ പുതിയ വന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഒരിക്കലും ജോലിനെ കുറ്റം പറയല്ല. അത് നമുക്ക് അറിയാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വന്ന് പെട്ടതാണ്. ഇന്ന് എന്തോരം ആളുകളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോരം ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം വീശിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകളുടെ നമുക്കറിയാം. കണ്ണൂർ എന്നുള്ള ഒരു തൻഷാൻ എന്നുള്ള ആ ഒരു വ്യക്തി അല്ലേ, നമ്മളൊക്കെ എത്രയോ ഡിസബിലിറ്റീസ് ഉള്ള ഒരാളാണ്. ആ വ്യക്തി പോലും ഇന്ന് എന്റെ റാങ്കിലാണ് നിൽക്കുന്നത്, RTC എന്ന റാങ്കിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഒരു 10 ലക്ഷത്തിന്റെ ഒക്കെ ഒരു കാറ് മേടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ആവില്ല, എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ്, ആ തിരിച്ചറിവിന്റെ പുറത്താണ് ഞാൻ ഇതിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു പ്രോഡക്റ്റ് ആണ് അല്ലെ, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ് ഇത്. ഭക്ഷണം പോലത്തെയാണ് അല്ലെ, മരുന്ന് എല്ലാം